കിബിലയുമായി ബന്ധപ്പെട്ട അതേ ആയത്ത് തന്നെ പറയുകയാണ്, കിബിലയെ കുറിച്ചുള്ള അല്ലെങ്കിൽ കിബിലയുടെ പ്രാധാന്യത്തെ കുറിച്ച് വ്യക്തമായ ജ്ഞാനം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങളെങ്ങാനും അവരുടെ വേദക്കാരുടെ മോഹങ്ങൾക്ക് ഏതെങ്കിലും മോഹങ്ങൾക്ക് നിങ്ങൾ വഴങ്ങുകയാണ് എങ്കിൽ നിങ്ങൾ അധർമ്മകാരികളുടെ കൂട്ടത്തിൽപ്പെട്ടവൻ തന്നെയാണ്. ലാലിമ എന്ന് പറഞ്ഞു. ഇന്ന ശിർക്കല ഉൽമുൻ അദീം എന്ന അതേ വാക്ക് തന്നെയാണ് ഇവിടെ പ്രയോഗിച്ചത്. നിങ്ങൾ മുശ്രിക്കുകളായി കഴിഞ്ഞു. ഏതെങ്കിലും കാര്യത്തിൽ ഈ കിബിലക്ക് പൂർണ്ണമായി തിരിയേണ്ടതുണ്ട്, ഈ സമൂഹത്തെയും ലോകകർമ്മത്തെയും തിരിക്കേണ്ടതുണ്ട്, അതാണ് അല്ലാഹു ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കിയിട്ടും നിങ്ങൾ അങ്ങനെ തിരിയുന്ന പ്രവർത്തനത്തിൽ ലോകകർമ്മത്തെ ആ ദിശയിലേക്ക് മാറ്റുന്ന പ്രവർത്തനത്തിൽ നിങ്ങൾ ഇടപെടാതെ അവസാനം മറ്റുള്ള ആളുകളുടെ ദിശയിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് പോവേണ്ടി വന്നാൽ അവർ ശിർക്ക് ചെയ്യുന്നവരാണ്, വാലിമുകളിൽ പെട്ടതാണെന്നുള്ള പറഞ്ഞത്. ആ വാലിമുൽ ദുൽമിന് അത് ശിർക്ക് വരെ ആവാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നു, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഖരിഫൂനഹു കമാ യഖരിഫൂന അബ്നാഅഹും. നാം വേദം നൽകിയ ഈ ജനം നമ്മുടെ ഈ ഖിബലയെ സ്വന്തം മക്കളെ തിരിച്ചറിയുന്നത് പോലെ തന്നെ തിരിച്ചറിയുന്നുണ്ട്. ഈ തിരിയല് ഒരു നിസ്കാരത്തിനല്ല എന്നും അതേപോലെ മുസ്ലിങ്ങൾക്ക് എന്തോ നിശ്ചയിച്ചു കൊടുത്ത ഒന്നല്ല എന്നും ഇത് മുഴുവൻ മനുഷ്യർക്കും ബാധകമായ തിരിയലാണ് എന്നും അവർ സ്വന്തം മക്കളെ അറിയുന്നത് പോലെ. നമ്മുടെ മക്കളെ നമുക്ക് എവിടെ കണ്ടാലും അറിയാലോ, ബാക്ക് കണ്ടാലും മുന്നിൽ കണ്ടാലും സൗണ്ട് കേട്ടാലും ഒക്കെ അറിയാം. അവരവരുടെ മക്കളെ അറിയുന്നത് പോലെ അവർക്കറിയാം, തിരിച്ചറിയുന്നത് പോലെ അവർ തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ അവർ ബോധപൂർവമാണ് ഇബ്രാഹിം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഈ മുഹമ്മദ് റസൂലിൽ നിന്നും അതേപോലെ മക്കയിൽ നിന്നും കാബയിൽ നിന്നുമൊക്കെ നമ്മളെ തിരിക്കാനുള്ള അത് ഇതാണ് യഥാർത്ഥ കിബില എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗതി മാറ്റാനുള്ള അറബ് രാജ്യങ്ങൾ ഗതി മാറ്റിയത്. അറബ് തമ്പുരാക്കന്മാരെ രാജാക്കന്മാരെ ഉൾപ്പെടെ തിരിച്ചത് അവർ ഈ ബോധപൂർവമാണ്. അവർക്കറിയാം ഇതെന്താണ് ഈ കിബില എന്ന്, എന്താണ് ഈ കഅബ എന്നത്, എന്താണ് ഫലസ്തീൻ എന്നതും എന്താണ് ബൈത്തുൽ മുഖദ്ദസ് എന്നതും. അത് ആദ്യത്തെ കിബിലയായിരുന്നു, അവർക്ക് നൽകപ്പെട്ട കിബിലയായിരുന്നു. ഈ കിബില എന്ന് പറയുന്നത് എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്ന് ഇവർക്കൊക്കെ നന്നായി അറിയാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. എത്രത്തോളം മക്കളെ അറിയുന്നത് പോലെ അറിയാം. എന്നാൽ അവരിൽ ഒരു വിഭാഗം അറിഞ്ഞുകൊണ്ട് തന്നെ ഈ മഹാസത്യത്തെ ബോധപൂർവം പൂഴ്ത്തിവെക്കുകയാണ് ചെയ്യുന്നത്. ഈ കിബില എന്ന് പറഞ്ഞാൽ ഇന്നതാണ് എന്ന് മനസ്സിലായിട്ടും അവർ ബോധപൂർവം ഈ പൂഴ്ത്തിവെക്കുന്ന ആളുകൾ ഇന്ന് ആരുടെ കൂട്ടത്തിലാണ് കൂടുതൽ ഉള്ളത് എന്ന് ചോദിച്ചാൽ ഈ സമുദായത്തിന്റെ അകത്താണ്. ഹജ്ജിനെ അംഗീകരിക്കുന്നവരുടെ കൂട്ടത്താണ് കൂടുതൽ. ഒരു വലിയ വിഭാഗം തന്നെ അങ്ങനെ തന്നെയാണ്. നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കിബിലയെ അംഗീകരിക്കുന്ന, ഹജ്ജ് അംഗീകരിക്കുന്ന വലിയൊരു ജനവിഭാഗം തന്നെ എന്താണ്? മുസ്ലിങ്ങളുടെ വലിയൊരു ഭാഗം തന്നെ എന്താണ്? ഇതാണ് ഇസ്ലാമിക വിപ്ലവകാരികളായ ഹസനുൽ ബന്നയും സയ്യിദ് ഖുത്ബും മൗദൂദി സാഹിബും ഒക്കെ പറയുന്നത് ഇതാണ്. ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടും രാജ്യഭരണം, ഏകാധിപത്യം, സ്വേച്ഛാധിപത്യം, അതേപോലെ തന്നെ അങ്ങനെ ആ സമഗ്രാധിപത്യമായിട്ട് നടക്കുന്ന അത് ജനാധിപത്യവും എന്ത് ആധിപത്യമാണ് എങ്കിലും അത്തരം അല്ലാഹുവിൻ്റെതല്ലാത്ത സകലതും അതിലേക്ക് തിരിഞ്ഞ ജനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്കൊക്കെ അറിയാം ഇത് നമ്മളുടെ ദിശയല്ല, ദിശ ഇതാണ്, അത് നിർണയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നവർക്കറിയാം. എന്നിട്ട് അവരെന്ത് ചെയ്തു? സ്വകാര്യ ജീവിതത്തിലാണ് ആ കിബില. സ്വകാര്യ ജീവിതത്തിലെ വ്യക്തിയുടെ സ്വകാര്യമായ ഇടപാടിൽ മാത്രമാണ് ആ കിബില. ബാക്കിയൊക്കെ മറ്റ് കിബിലകൾ. ഇതല്ലാതെ നമ്മുടെ രാജ്യത്ത് നടക്കുമോ? നമ്മുടെ ഇന്ത്യയിൽ നടക്കുമോ? ഇന്ത്യ ഒന്നോ ആകാശത്തൊന്നോട്ട് പൊട്ടി വീണതാണ് തോന്നുന്നു ചില ആളുകളുടെ വർത്തമാനം കേട്ടാൽ. വേറെയുള്ള രാജ്യമല്ല, ഇതെന്തോ ഒരു പ്രത്യേക സംഭവമാണ്, അതുകൊണ്ട് അത് അംഗീകരിക്കണം, അതിന്റെ മുമ്പിൽ തല കുനിക്കണം, അതിന്റെ മുമ്പിൽ കൈകൂപ്പണം എന്ന് പറയുമ്പോഴേക്കും അതൊരു വിഷയമാണ്, അതുകൊണ്ട് ഇനി നമ്മൾ വേറൊന്നിലേക്കും പോവേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അർത്ഥത്തിലുള്ള ശ്ലോകങ്ങൾ ഉൾപ്പെടെ ചൊല്ലിക്കൊണ്ട് എല്ലാം അങ്ങനെയാക്കി മാറ്റാൻ കുമ്പിടാൻ പറയുമ്പോ അതുകൊണ്ട് അങ്ങനെ അവസാനമുണ്ടല്ലോ തലകുത്തി ഒന്നായിട്ട് അങ്ങ് നിരങ്ങുന്ന ഒരവസ്ഥയിലേക്ക് മുഴുവൻ അങ്ങോട്ട് ആ അർത്ഥത്തില് ചെയ്യുന്ന ഒരു അവസ്ഥ വരെ മുസ്ലിം സമുദായത്തിൽ ഉൾപ്പെടെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് ചോദ്യം ചെയ്യാൻ ഇതാ വന്ദേ മാതരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതില് ഒരുപാട് ശിർക്കുണ്ട്, അതുകൊണ്ടാണ് അത് പറ്റില്ല, അതുകൊണ്ട് അത് ഹിക്മത്തോടു കൂടി പറയേണ്ടതുണ്ട്. അതേ ഭൂമിയെ അവസാനം ദൈവവും അമ്മയും മാതാവും ഒക്കെ കൂടി ആയിക്കാണ്ട് ഇതെല്ലാം അതിന്റെ അപ്പുറത്തൊന്നും ഒന്നുമില്ല, ദേവി ഇത് തന്നെയാണ് എന്ന കോലത്തിലൊക്കെ പാടാനും പറയാനും പറയുമ്പോ അതിനൊക്കെ എന്താ കുഴപ്പമെന്ന് ചോദിച്ച്
ഒരു ഹിക്മത്ത് പോലും ഇല്ലാതെ അവിടെയൊക്കെ എല്ലാവർക്കും സുഖമാണ് ഇവിടെ എന്നൊക്കെ പറയുന്നിടത്ത് വരെ ഇവിടെ വളരെ വിശുദ്ധമായ രീതിയിലാണ് എല്ലാവിധ വ്യക്തി സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും എല്ലാവിധം ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ത്യയിൽ കഴിയുന്നത് എന്നൊക്കെ പറയുന്നിടത്തേക്ക് വരെ ഈ സമൂഹവും അതിന്റെ നേതാക്കന്മാരും ചിലരെങ്കിലും വലിയൊരു വിഭാഗം തന്നെ കാണാൻ സാധിക്കും. അങ്ങനെ എത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മളവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്, കിബില മുസ്ലിങ്ങളിലേക്കും നമസ്കാരത്തിലേക്കും മാത്രം ഒതുക്കുക എന്ന് പറയുന്നത് അതിക്രമമാണ്, അത് ജൂദായിസമാണ്. അള്ളാഹു മക്കളെ പോലെ അറിയുന്ന ആ വർത്തമാനം ഈ ആളുകൾക്കും ബാധകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ കാവൽക്കാരൻ തന്നെ മോഷ്ടിച്ചാൽ സ്ഥിതി എന്തായിരിക്കും? നമ്മൾ കാവൽ നിർത്തിയതാ. ഇന്ദിരാഗാന്ധി അങ്ങനെ വെടിയേറ്റ് മരിച്ച ആളാണ്, സ്വന്തം സെക്യൂരിറ്റിയാണ് എന്ത് ചെയ്യുന്നത്. എത്ര ഗുരുതരമാണ് ആ പാതകം. അയാളെങ്ങാനും ആത്മഹത്യ ചെയ്തിട്ടില്ല എങ്കിൽ അയാളെക്കാളും വലിയ അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതേപോലെ തന്നെയാണ് ഈ കിബില പഠിപ്പിച്ചു കൊടുക്കാനുള്ള ആളുകളാ, അതിലേക്ക് ലോകക്രമത്തെ തിരിക്കാനുള്ള ആളുകളാ. എന്നിട്ട് അത് സ്വകാര്യ ജീവിതത്തിലേക്ക് തിരിച്ചു വെച്ചിട്ട് ബാക്കി കിബില മുഴുവൻ ബാക്കിയുള്ളവരുടെ കൂടെ പോകുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, അൽ ഹഖ്ഖു മിർ റബ്ബിക്, ഈ സത്യം നിങ്ങൾ ഖണ്ഡിതമായി നാഥനിൽ നിന്ന് വന്നതാണ്. നാഥനിൽ വന്ന ഖണ്ഡിതമായ കൽപ്പനയാണ് ഈ കിബ്ല എന്ന് പറയുന്നത്. ഫലാ തകൂനന്ന മിനൽ മുംതരീൻ, അതിനാൽ അതേപ്പറ്റി അശേഷം സന്ദേഹം നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. കിബ്ല എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്ന കാര്യത്തിൽ ഒരു അശേഷം സംശയം നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. നേരെ മാത്രമല്ല, നമസ്കാരത്തെ കിബ്ലയെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ അത് ഇത്രത്തോളം ആർക്കും പ്രശ്നമില്ലല്ലോ. ആർക്കപ്പ അതിന് പ്രശ്നം? നമ്മൾ മുസ്ലിങ്ങൾ കിബിലക്ക് നേരെ തിരിഞ്ഞു കരുതി എല്ലാവർക്കും പ്രശ്നമുണ്ടോ? ഈ ജൂതന്മാർക്ക് വല്ല പ്രശ്നമുണ്ടോ? ക്രിസ്ത്യാനികൾക്ക് വല്ല പ്രശ്നമുണ്ടോ? അത് എവിടേക്ക് തിരിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല. യാത്രയിലാണെങ്കിൽ അങ്ങനെ തിരിയാനും അനുവദിച്ചിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞതിലല്ല പുണ്യം എന്ന് ഖുർആൻ പറയുന്നു. ലൈസൽ ബിർറാൻ തുവല്ലു വുജൂഹക്കും ബിൽ മശ്രിഖി വൽ മഗ്രിബ് എന്ന് ഖുർആൻ പറഞ്ഞു. അങ്ങനെ തിരിയുന്നതിലൊന്നും ഒരു പുണ്യങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. മറിച്ച് ജീവിതവും സമ്പത്തും അതേപോലെ അയൽവാക്ക് ബന്ധങ്ങളും അതുപോലുള്ള നിങ്ങളുടെ പ്രതിജ്ഞകളൊക്കെ അള്ളാഹുവിലേക്ക് തിരിയണം. അങ്ങനെ തിരിയുമ്പോൾ മാത്രമാണ് നിങ്ങൾ കിബിലക്ക് തിരിഞ്ഞവനായി മാറുന്നത്. അല്ലാത്തവനെ കുടിച്ച് കിബിലത്ത് കൊണ്ടുപോയി മരിച്ചു കിടത്തി അങ്ങനെ അങ്ങോട്ട് ദ്വാരനാൾ കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നുവെങ്കിൽ ആ ദ്വാരക്കുന്നതിന് മുമ്പ് ആ കിബിലക്ക് അവന്റെ മുഖവും കഫം പുടവയൊക്കെ ചുറ്റി അവനെ കെട്ടിവരിഞ്ഞ് അവിടേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ശിക്ഷയുടെ മലക്കുകൾ പൂർണ്ണമായി കിബിലക്ക് തിരിയാത്തവനായതുകൊണ്ട് കൊണ്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടല്ലോ, ഇവരൊക്കെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പോവുമല്ലോ, ആളെ കൊണ്ടുപോകുമല്ലോ. അപ്പൊ ആ കൊണ്ടുപോകണമെങ്കിൽ അതുകൊണ്ടാണ് മക്കളെ അറിയുന്നത് പോലെ അറിയാം എന്താണ് ഈ കിബില എന്നത്. ഇത് മദ്യം വിളമ്പുന്നവർക്കും തോന്നിവാസികൾക്കും അതേപോലെ പലിശ ഇടപാട് നടത്തുന്നവർക്കും ഒക്കെ കൂട്ടിക്കൊടുക്കാനുള്ളതല്ല. ഈ സമുദായത്തെ കൂട്ടിക്കൊടുക്കുന്ന കിബിലയല്ല, അതിനൊക്കെ ബാധകമാണ് ഈ കിബില. അതുകൊണ്ടാണ് കിബില നിർണയിച്ചു കൊടുത്തിട്ടും ഹജ്ജാവുന്ന കിബിലയാവുന്ന നിർണയിച്ചു കൊടുത്തിട്ടും 3 വർഷം റസൂൽ ഹജ്ജിന് പോയില്ല. കാരണം എന്താണ്? അതിന് കിബില കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ പോയി ഹജ്ജ് ചെയ്യലല്ല. അതിനു മുമ്പ് എന്താണ്? ഭരണകൂടം സ്ഥാപിക്കലാണ്, ഭരണകൂടം അടക്കിട്ടുറപ്പിക്കലാണ്. അതുകൊണ്ട് 3 കൊല്ലം പ്രവാചകൻ ഹജ്ജിന് പോയില്ല. അല്ലെങ്കിൽ 2 കൊല്ലം, 3ാമത്തെ കൊല്ലമാണ് പ്രവാചകൻ ഹജ്ജിന് പോയത്. കാരണം എന്താ? അതിനേക്കാളും പ്രാധാന്യമുണ്ട്. എല്ലാ ബാക്കിയുള്ള ആളുകളും സമൂഹവും സംവിധാനവും ഒക്കെ ഈ കിബിലയുടെ രക്ഷയിലേക്ക് വരിക, സമാധാനത്തിലേക്ക് വരിക, ശാന്തിയിലേക്ക് വരിക, അത് ഉറപ്പിക്കുന്നത് വരെ സിദ്ദീഖുള്ളാനും ഉസ്മാനുള്ളാനും ഒക്കെ ഉൾപ്പെടെ ഹജ്ജിന് പറഞ്ഞയച്ചു പ്രവാചകൻ. അപ്പോ ആ കിബില എന്ന് പറയുന്നത് മനുഷ്യകുലത്തെ മുഴുവൻ റോമും പേർഷ്യയും ഉൾപ്പെടെയുള്ള സാമ്രാജ്യ ശക്തികളെ ഉൾപ്പെടെ ഈ കിബിലയുടെ ധാരയിലേക്ക്, ആ കിബിലയിൽ നിന്ന് അതിന്റെ ഉടമസ്ഥയിൽ നിന്ന് പുറപ്പെട്ട ഇസ്ലാമികമായ ഹക്കിമിയത്തിലേക്കും ഖിലാഫത്തിലേക്കും ദഅവത്തിലേക്കും സക്കാത്തിലേക്കും അതേപോലെ ഹലാൽ ഹറാമിലേക്കും തിരിക്കലാണ്. അതാണ് യഥാർത്ഥ കിബില. ആ തിരിയലാണ് എന്ന് മക്കളെ അറിയുന്നത് പോലെ ഇവർക്കൊക്കെ അറിയാം. എന്നിട്ട് തന്നെയാണ് ഇവർ പലതിലേക്കും ജനങ്ങളുടെ കിബില തിരിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, സഹോദരികളെ, ഹജ്ജ് വളരെ വലിയൊരു സന്ദേശമാണ് നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, പ്രവാചകൻ പ്രബോധനത്തിന്റെ 1-ാം തീയതി കഅബയുടെ പരിസരത്തു നിന്നുപോലും ആണ് പറയുന്നത്. കഅബയുടെ പരിസരത്ത് നിന്നാണ് പറയുന്നത്, നിങ്ങള് 13 ലക്ഷത്തോളം സൂര്യനിട്ട് കിലുക്കാൻ മാത്രം വലിപ്പമുണ്ട്, ഭൂമിയിട്ട് കിലുക്കാൻ മാത്രം വലിപ്പമുണ്ട് സൂര്യൻ. 13 ലക്ഷം ശാസ്ത്രം പറയുന്നത് കണക്കാട്ടോ, അള്ളാഹുവിനെ അറിയുള്ളൂ. എന്താണ് ഇത്രയും വലിയ ആ ശംസിനെ ചൂണ്ടിക്കൊണ്ട് റസൂൽ പറയാണ്, അള്ളാഹുവാണ് നിങ്ങൾ വലത് കയ്യിൽ ആ സൂര്യൻ എന്നെ കൊണ്ടുതന്ന് എന്റെ കയ്യിൽ ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞാലും, വൽ ഖമറ ഫീ ശിമാലിഹി, ആ കണ്ടുകൊണ്ടിരിക്കുന്ന ചന്ദ്രനെ എന്റെ ഇടത് കയ്യിൽ വെച്ച് തന്നാലും, അലാ അൻ ആദല്ലദീ ജിഅ്തു ബിഹി മാ തറക്തുഹു, ഈ മാർഗത്തിൽ നിന്ന്, ഈ ഖിബ്ല, ഈ യഥാർത്ഥത്തിലുള്ള ഇസ്ലാമാവുന്ന സംഗതിയുടെ
ആ വ്യവസ്ഥിതി ഈ സമൂഹത്തിൽ സ്ഥാപിച്ചെടുക്കുന്ന ആ പ്രശ്നം, അതിൽ നിന്ന് മാറുന്ന പ്രശ്നമേ ഇല്ല. അത് സ്ഥാപിച്ചെടുക്കും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പോലെ, നമ്രൂദിനോട് പറഞ്ഞതുപോലെ, മൂസാ അലൈഹി ഇസ്ലാം ഫറോവയോട് പറഞ്ഞതുപോലെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂജഹലും ഉത്ബത്തും ശൈബത്തിനോടും പറഞ്ഞത് ഈ കിബില എന്താണെന്ന ധാരണ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ആ കിബില ഇട്ടേച്ചു പോയി പ്രവാചകൻ. നമ്മളാ പറഞ്ഞ കഅബയാണ് ഈ കിബിലയെങ്കിൽ ആ കിബില ഇട്ടേച്ചു പോയി ഈ സംഗതി നേടിയെടുക്കാൻ വേണ്ടി. അതാണ് ഹിജ്റ, നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഹിജ്റ കലണ്ടർ. അതാണ് നമ്മൾ അനുസ്മരിപ്പിക്കേണ്ടത്. അതാണ് ഹിജ്റ. ആ ഹിജ്റയെ കുറിച്ച് ബോധവാന്മാരല്ലാത്തവൻ ഹജ്ജ് ചെയ്ത് നടന്നതുകൊണ്ട്, കിബില എന്താണെന്ന് തിരിയാതെ നടന്നതുകൊണ്ട് അള്ളാഹു അവരൊക്കെ വിശുദ്ധമായ ആത്മാവേ എന്ന് വിളിച്ച് കൊണ്ടുപോകും എന്ന് വിചാരിക്കുന്നുണ്ടോ നമ്മൾ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതൊക്കെ തെറ്റിപ്പോയി. അങ്ങനെയൊന്നുമില്ല. കിബില അങ്ങനെ ശരീഅത്തിന്റെ കാര്യത്തിലൊന്നും കിബില നോക്കേണ്ടതില്ല. ഹാക്കിമിയത്തിന്റെ ഖിലാഫത്തിന്റെയും കാര്യത്തിലൊന്നും നമ്മൾ കിബില നോക്കേണ്ടതില്ല. അത് ആരുടെ കൂടെ ആവാം എന്നാണ് എങ്കിൽ ഇതൊക്കെ തെറ്റി. പ്രവാചകന്റെ ചര്യ തെറ്റി, പ്രവാചകന്റെ ഹിജ്റ തെറ്റി, ബദറും മുഹദും ഖന്തക്കും ഹുനൈനും തെറ്റി. ആവശ്യമില്ലാത്ത പണി പ്രവാചകൻ ചെയ്തു എന്ന് വരും. അതല്ല, അള്ളാഹു ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, ഈ കിബിലക്ക് മരിച്ച് കിബില കടത്തുന്നതിന് മുമ്പ്, ഞാൻ അതിന്റെ മുമ്പ് കിബിലക്ക് തിരിഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാൻ ഹാജിമാർ നേതൃത്വം കൊടുക്കേണ്ടതുണ്ട്. ഹജ്ജ് ചെയ്തവരും ചെയ്യാനിരിക്കുന്നവരും അതിന് നേതൃത്വം കൊടുക്കേണ്ടതുണ്ട്. അതാണ് സഹാബികളുടെ കാലം. റസൂൽ നോക്കുന്ന ഈ കിബിലന്ന് തെറ്റുന്നത് എന്ന് തുടങ്ങിയെന്നറിയോ? റസൂൽ അങ്ങോട്ട് മരിക്കേണ്ട താമസം കുറെ ആളുകൾ കിബിലന്ന് പോയി. എന്താണ് അവർക്ക്? എന്താണ് 3 ദിവസം റസൂലിന്റെ മയ്യത്ത് അവിടെ കിടന്നത് എന്തുകൊണ്ടാണ്? കിടത്തപ്പെട്ടത് എന്തുകൊണ്ടാണ്? കുറെ ആളുകൾ കിബിലെന്ന് പോവാ. എന്താണ് അർത്ഥം? അവർക്ക് ഇതുവരെ റസൂൽ ഒരു നേതാവിനെ നമ്മൾ അംഗീകരിക്കും, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റില്ല? ആ അധികാരം ദീനിന്റെ ഭാഗത്ത്, സ്വകാര്യ ജീവിതത്തിലും അതേപോലെ ഇബാദത്തിലൊക്കെ അബൂബക്കർ നേതാവട്ടെ. അബൂബക്കറിനാണെങ്കിലും ഇനി ഉമറാണെങ്കിലും ഖുറൈശികളിൽ നിന്ന് വന്ന ആരാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ അധികാര സ്ഥാനമാനങ്ങളിൽ, സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലയിൽ മറ്റൊരു നേതാവ് വേണം. അത് അൻസാറുകളിൽ നിന്നാവണം. ഇതാണ് തർക്കം. അൻസാറുകളിൽ നിന്നാവണം. ഒക്കെ സിദ്ദീഖുള്ളാഹുവൊക്കെ ഈ ദുഃഖം സഹിക്ക വയ്യാതെ കിടക്കുമ്പോ ആളുകൾ ഒരു സമയത്ത് ഉമർ ബോധവാനാകുവാണ്. അപ്പോൾ എന്താണ്? എവിടെ? ജനങ്ങളൊക്കെ എവിടെ പോയി? അപ്പോ അങ്ങനെ ഇന്നൊരു സ്ഥലത്ത് അവിടെ ഒരു ചർച്ചയിലാണ് അവർ. എന്ത് ചർച്ചയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് അറിയുന്നത് മുഹാജിറുകള് അതേപോലെ എന്താണ് 2 കൂട്ടരുടെ നേതാവ് വേണം, 2 നേതാവ് വേണം. ഒരു നേതാവ് നമുക്ക് പറ്റില്ല. അതിൽ ഉമർ ഖത്താബ് അള്ളാഹു ഒരു പ്രഖ്യാപനമുണ്ട്. വാളിങ്ങട്ട് ഊരിയിട്ട് അള്ളാഹുവിന്റെ ദീനാകുന്ന വാളുറയിൽ 2 വാൾ തിരികുകയോ എന്ന ചോദ്യം. അള്ളാഹുവിന്റെ ദീനാകുന്ന വാളുറയിൽ 2 വാൾ തിരികുകയോ? അള്ളാഹുവാണ് ഉമർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം സമ്മതിക്കില്ല. അബൂബക്കറാവട്ടെ നേതാവ്, ഒരൊറ്റ എല്ലാ മേഖലയിലും ഒരു നേതാവ്. ഇന്ന് തിരിയോ? മുസ്ലിം സമുദായത്തിന് എത്ര പേർക്ക് ഇതിന്റെ ഗൗരവം തിരിയും? പഠിപ്പിക്കപ്പെടുന്നുണ്ട്, പഠിപ്പിച്ചേ പറ്റൂ. ഹാജിയുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ആ തോട്ടം അവിടെ ബാക്കി കിടക്കുന്നുണ്ട്. ആ ചർച്ച നടന്ന തോട്ടം. എന്നിട്ടെന്താണ് റസൂൽ എന്നെ പഠിപ്പിച്ചത്? 4 കാര്യങ്ങൾ ബിന്ദിക്കരുത്. അതിലൊന്നെന്താണ്? മരിച്ച മയ്യത്തിനെ മറമാടാനാണ്. പക്ഷേ ആ പഠിപ്പിച്ച റസൂലിന്റെ അനുയായികൾ തന്നെ ചെയ്തു വന്നു. അന്നും മറവ് ചെയ്തില്ല, പിറ്റേന്ന് മറവ് ചെയ്തില്ല, അതിന്റെ പിറ്റേന്ന് മറവ് ചെയ്തില്ല. കാരണം എന്താണ്? ആ റസൂല് പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. മയ്യത്തിനി അവിടെ ഏതർത്ഥത്തിൽ എന്ത് സംഭവിച്ചാലും ശരി, ഒരു നേതാവ് ഉണ്ടായിട്ടല്ലാതെ മുസൽമാന്, ഒരു ഏക നേതാവ്, നേതൃത്വം ഇല്ലാതെ മുസൽമാന് ജീവിക്കാൻ അനുവാദമില്ല. അതൊരു മരുഭൂമിയിലാണെങ്കിലും 3 പേരാണെങ്കിലും അവർക്ക് നേതൃത്വം ഉണ്ടാവണം, അനുസരണയും ഉണ്ടാവണം. ഇതല്ലാത്ത അതിന്റെ പടം കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെറിഞ്ഞാൽ അവൻ മുസ്ലിമല്ല, അവന്റെ മരണം ജാഹിലിയ മരണമാണ്. അത്രത്തോളം പ്രധാനപ്പെട്ട ഈ സംഘടിത സംവിധാനത്തിന്റെ പ്രാധാന്യം അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ആ കിബിലയിൽ നിന്ന്, അതാണ് കിബില, ഇസ്ലാമിന്റെ കിബില, അത് ആ അർത്ഥത്തിലേക്ക് തിരിക്കുവാൻ ലോകകർമ്മത്തെ നമുക്ക് സാധിക്കും. നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിന്, ചോദിച്ചുകൊണ്ടിരിക്കേണ്ടത്. എന്നിട്ട് നമ്മളാൽ കഴിയുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഈ കിബില തിരിച്ചവരിൽ നമ്മൾ രക്ഷപ്പെടും. അള്ളാഹുവിൽ നിന്ന് ദിശ തെറ്റിച്ചവരിൽ നമ്മൾ രക്ഷപ്പെടും. അത് മതി നമുക്ക്. അതാണ് മതി ഏറ്റവും പ്രധാനപ്പെട്ടത്. ബാക്കി ഇവിടെ ആ ഏകലോകക്രമം വന്നില്ലേ, അതൊക്കെ അള്ളാഹു ഏറ്റെടുക്കുന്ന കാര്യമാണ്. വന്നാലും വന്നിട്ടില്ലെങ്കിലും നമ്മൾ മരിക്കുന്ന കിബിലക്ക് കടത്തപ്പെടുന്നതിന് മുമ്പ് നമ്മൾ അതിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് എന്ന ഒരു ഉറപ്പുവരുത്തൽ. അതാണ് ലക്കവൽ മുൽക്ക് ലാ ശരീക ലക്, ഒരു പങ്കും ഞാൻ ചേർക്കില്ല. അധികാര മേഖലയിൽ, പ്രത്യേകിച്ച് ആധിപത്യ മേഖലയിൽ ഒരു പങ്കുകാരനെ ഞാൻ അംഗീകരിക്കുകയില്ല എന്ന് പറയുന്ന ആ പൂർത്തീകരിക്കപ്പെട്ട തൗഹീദിനെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനത്തിൽ കർമ്മനിരതരാവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഈ കിബില ദിശ തെറ്റിച്ചപ്പോഴാണ് അദ്ദേഹം രക്തസാക്ഷിയായത്. അല്ലാതെ നമുക്കറിയാം യസീദും അതേപോലെ മുആവിയയും ഒക്കെ കിബിലക്ക് നേരെ തന്നെ തിരികെ നമസ്കരിച്ചിരുന്നത്. എന്നിട്ടും അവരെ കൊല്ലാൻ തയ്യാറായി ആര് വന്നു? ഹുസൈൻ റളിയല്ലാഹു അൻഹു വരികയാണ്. കാരണം എന്താണ്? ആധിപത്യ മേഖലയിൽ
ഖിലാഫത്ത് എന്ന് പറയുന്ന ഏക നേതൃത്വം എന്നത് അവർ തിരിക്കാനുള്ള, എന്നിട്ട് അവരിലേക്ക് തിരിച്ചു വിടുന്ന ഒരവസ്ഥ, അതിന്റെ പ്രവണത അവിടെ കാണുമ്പോഴാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ അവിടെ നമ്മൾ നിൽക്കേണ്ടത് ഹുസൈനുല്ലാഹിന്റെ കൂടെയാണ്, അല്ലാതെ ഇബ്നു സിയാദ് ഹുസൈനുല്ലാഹിന്റെ ശിരസെടുത്ത കഴുത്തറുത്തെടുത്ത ഇബ്നു സിയാദിന്റെ കൂടെയല്ല. അവര് കിബിലക്ക് തിരിഞ്ഞെങ്കിലും ആ കിബിലയല്ല ഇത് കിബില എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കിബില മാറിയപ്പോ ആദ്യം വന്ന മുജദ്ദിദ, ആദ്യത്തെ മുജദ്ദിദ അബൂ സുൽത്താനാണ് പറയുന്നുണ്ട്. സക്കാത്ത് നിഷേധികൾ കിബില മരിക്കാനുള്ള ശ്രമം നടത്തി. ഇതുവരെ റസൂലിന് പൂർണ്ണമായും അങ്ങോട്ട് കൊടുത്തിരുന്നു, ഇപ്പൊ നീ ഞങ്ങളുടെ നാട്ടിൽ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ കൊന്നൊടുക്കി. അതുകൊണ്ട് അദ്ദേഹമാണ് ഇസ്ലാമിലെ ആദ്യത്തെ മുജദ്ദിദ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് കിബില തെറ്റിക്കാനുള്ള ഒരു ശ്രമമാണ്. സക്കാത്ത് സ്വന്തം കൊടുക്കും, അതേപോലെ സ്വന്തക്കാർക്ക് കൊടുക്കും എന്നൊക്കെ പറയുന്നത്, അതിനെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് മദ്ഹബിന്റെ ഇമാമിങ്ങളൊക്കെ ഉമർ ഇബ്നുൽ അസ്ലാമിന്റെ കാലഘട്ടത്തിന് ശേഷം മദ്ഹബിന്റെ ഇമാമിങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവർ ഈ അർത്ഥത്തിലുള്ള കടുത്ത പീഡനങ്ങൾക്കും അതേപോലെ ജയിൽ ശിക്ഷകൾക്കും അതുപോലെ തുറുങ്കിലടുക്കലുകൾക്കും കൊല ചെയ്യപ്പെടലിലേക്കും അവർ വിധേയമായത് എന്തുകൊണ്ടാണ്? ഖലീഫമാരുടെ നാട്ടിൽ തന്നെയാണ് ഈ അർത്ഥത്തിലുള്ള കാര്യങ്ങൾ നേരിടേണ്ടി വന്നത്. അത് അവർക്ക് തോന്നിയവർക്കൊക്കെ തോന്നിയിടത്തേക്ക് അവർക്ക് തിരിച്ചപ്പോ അതിനെ ശരിപ്പെടുത്താനുള്ള ഇവരുടെ ശ്രമമായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ അവരെ മദ്ഹബിന്റെ ഇമാമിങ്ങളൊക്കെ നമ്മൾ ആദരിക്കുന്നത്. കേരളത്തിലേക്ക് ഇങ്ങോട്ട് വന്നാൽ ഉമർ ഖാവിയും അതേപോലെ നമുക്ക് കാണാൻ സാധിക്കുന്ന അലി മുസ്ലിയാരും അതേപോലെ മമ്പുറൻ തങ്ങളും അതേപോലെ ചരിത്രത്തിൽ അതുപോലുള്ള മഹാരഥന്മാർ എന്തേ അവർ ചെയ്തത്? അവർ കിബിലക്ക് നേരെ നിസ്കരിച്ച ജനത്തെയല്ല നേരിട്ടത്. ഈ കിബിലയിൽ നിന്ന് ജീവിതത്തെ തന്നെ മാറ്റിയിട്ട് വേറെ പല ഭരണക്രമങ്ങളും കൊണ്ടുവരാൻ, എന്നിട്ട് പല ആധിപത്യങ്ങളും അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അപ്പോഴാണ് അവർ ബഹിഷ്കരണ, ഉപ്പു സത്യാഗ്രഹം പലതും കൊണ്ടുവന്ന് ഗാന്ധിജി ഉൾപ്പെടെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൂടെ വീണ്ടും അതേ കിബിലയിലേക്ക് തിരിക്കാനുള്ള ശ്രമം നമ്പുറന്തങ്ങളൊക്കെ നടത്തിയത്. ആ അർത്ഥത്തിൽ അതാണ് അവരുടെ മഹത്വം. ആ മഹത്വം നമ്മൾ ഘോഷിക്കുകയും നമ്മൾ പറയുകയും നമ്മൾ ഹാജ് ചെയ്തു വന്നിട്ടും അല്ലെങ്കിൽ ഹജ്ജ് എന്താണെന്ന് മനസ്സിലായിട്ടും നമ്മൾ വേറെ കിബിലക്ക് വീണ്ടും പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു പറഞ്ഞത് നമ്മളെ കുറിച്ചാണ്. മക്കളെ അറിയുന്നത് പോലെ അറിയാം ഇവർക്ക് കിബില. മദ്യപാനും വ്യഭിചാരിയും അതിൽ ലൈസൻസ് കൊടുക്കുന്നവരിലേക്കും തിരിയാൻ പറ്റില്ല. അവരെ അംഗീകരിച്ചുകൊണ്ടൊരു ഇസ്ലാമോ ദീനോ ഇല്ല. എന്നാൽ അവരുമായി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അത് റസൂലും ചെയ്ത് മക്ക കാലഘട്ടത്തിൽ റസൂൽ ചെയ്തിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റും അതേപോലെ കരാർ ജൂതന്മാരുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ക്രിസ്ത്യാനികളുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഈ കിബിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു റസൂൽ സാഹിബ് അത് ഉണ്ടാക്കിയത്. എന്നാൽ ഇന്ന് നമ്മൾ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അത് പുണ്യകർമ്മമാണ്, വലിയ ജിഹാദാണ്. പക്ഷെ അങ്ങനെ ഒരു ലക്ഷ്യം പറയാനേ പറ്റില്ല, എഴുതാനും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ അത് ഭീകരവാദമാണ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഈ ഹജ്ജിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ പഠനവിധേയമാക്കപ്പെടേണ്ടതുണ്ട്. എന്നിട്ട് നമ്മളുടെയും നമ്മുടെ കുടുംബത്തിന്റെയും നമ്മുടെ അയൽവാസിന്റെയും നാടിന്റെയും ലോകകർമ്മത്തിന്റെയും നമ്മളുള്ള ലോകകർമ്മത്തിന്റെയും ദിശ പൂർണ്ണമായും അല്ലാഹുവിലേക്ക് തിരിയുന്ന തിരിച്ചു വെക്കുന്ന പ്രവർത്തനത്തിൽ കർമ്മനിരതരാവാൻ ഓരോ ഹാജിക്കും സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ മുഹറം മാസത്തിലൂടെ ഹിജ്റക്ക് തയ്യാറാവുക, അതിനുവേണ്ടി എന്ത് ത്യാഗത്തിനും തയ്യാറായിക്കൊണ്ട് ഇറങ്ങിത്തിരിക്കുക. നാടളകിയേക്കും, വീടളകിയേക്കും, പാർട്ടി ഇളകിയേക്കും, പല പ്രശ്നങ്ങളും ഉണ്ടായേക്കും. എത്ര CPM-ലൊക്കെ കാണാൻ സാധിക്കും, എന്ത് ഇളക്കണ്ടെങ്കിലും വേണ്ടില്ല എന്ന് പറഞ്ഞ് തന്റെ ഇടത്തോടുകൂടി മത്സരിച്ച് വിജയിച്ച ആളുകൾ മാതൃകയുണ്ട് നമുക്ക്. കൊലപാതക രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന അവരുടെ മുമ്പിൽ പോലും ആർജവത്തോടുകൂടി പറയുന്നുണ്ട് എങ്കിൽ അള്ളാഹു പിന്തുണയുള്ള നമ്മൾക്ക് എന്തുകൊണ്ട് തന്റെ ഇടത്തോടുകൂടി ഇത് പറയേണ്ടടുത്ത് പറയാൻ നമുക്ക് സാധിക്കുന്നില്ല? പറയാതെ തന്നെ അങ്ങ് രക്ഷപ്പെടാമെന്ന ചിന്തയിൽ എന്തുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നില്ല? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമ്മെ പരിപൂർണമായി ഖിബിലക്ക് തിരിഞ്ഞവരുടെ കൂട്ടത്തിൽ, തിരിയേണ്ട വിധം തന്നെ തിരിഞ്ഞവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും.